സ്റ്റുഡൻസ്, ഈ സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ള ചാപ്റ്ററാണ്. ബിഫോർ മൂവിങ് ടു ദി ചാപ്റ്റർ, ലെറ്റ് us ഡിസ്കസ്, റീഡ് ആൻഡ് റിഫ്ലക്ട്. Dr. Kalam exhorts everybody to be unique in his or her own way. അപ്പോൾ ഡോക്ടർ കലാമിൻ്റെ നമ്മൾ ചാപ്റ്റർ പഠിച്ചിരുന്നല്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ. ഡോക്ടർ കലാം എക്സ്ഹോർട്സ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഗുണദോഷിക്കുക. അപ്പോൾ ഡോക്ടർ കലാം എന്താണ് ഗുണദോഷിക്കുന്നത്? എവ്രിബഡി ടു ബി യുണീക്ക് ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേ. അവളുടെയോ അല്ലെങ്കിൽ അവൻ്റെയോ ഓൺ വേയിൽ യുണീക്ക് ആവാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളെല്ലാവരും ഡോക്ടർ കലാം സർ ഗുണദോഷിച്ചത്. There are many people who have proved their uniqueness even while ഫൈറ്റിംഗ് അഡ്വേഴ്സിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻ. കുറേ ആളുകളുണ്ട് ഹൂ ഹാവ് പ്രൂവൺ, അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട് ദെയർ യുണീക്നെസ് ഈവൻ വൈൽ ഫൈറ്റിംഗ് അഡ്വേഴ്സിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻ. പരിമിതികളെയും അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളെയും. അഡ്വേഴ്സിറ്റീസ് എന്ന് വെച്ചാൽ പ്രതികൂലം, ഓക്കെ. ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ പരിമിതി, ഓക്കെ. സാഹചര്യങ്ങളെയും ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ യുണീക്നെസ് തെളിയിച്ച പല വ്യക്തികളും ഉണ്ട് എന്ന് പറയുന്നത്. Stephen Hawking's profile reveals how he has overcome his disabilities to become the supernova of physics. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പ്രൊഫൈലാണ്. അതിൽ റിവീൽ ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നു. എന്താണ് വെളിപ്പെടുത്തുന്നത്? ഹൗ ഹി ഹാസ് ഓവർകം ഹിസ് ഡിസബിലിറ്റീസ് ടു ബിക്കം ദി സൂപ്പർനോവ ഓഫ് ഫിസിക്സ്. ഫിസിക്സിലെ സൂപ്പർനോവ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വൈകല്യങ്ങളൊക്കെ മറികടന്നത് എന്ന്. ഓവർകം എന്ന് വെച്ചാൽ മറികടക്കുക, ഡിസബിലിറ്റീസ് എന്ന് വെച്ചാൽ വൈകല്യങ്ങൾ. അപ്പോൾ ഫിസിക്സിലെ സൂപ്പർനോവ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മിന്നും താരമാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെ വൈകല്യങ്ങൾ മറികടന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ കേട്ടോ. അപ്പോൾ ലെറ്റ് us മൂവ് ടു ദി ചാപ്റ്റർ. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. ക്വസ്റ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് അന്വേഷിക്കുക, എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളൊരു തിയറി അന്വേഷിക്കുക എന്നാണ് ടൈറ്റിലിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. ബൈ കിറ്റി ഗെയിൽ ഫർഗൂസൺ. അപ്പോൾ കിറ്റി ഗെയിൽ ഫർഗൂസൺ ആണ് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ഈ പ്രൊഫൈൽ എഴുതുന്നത് കേട്ടോ. ഈ ഒരു പ്രൊഫൈൽ എഴുതുന്നത് കിറ്റി ഗെയിൽ ഫർഗൂസൺ ആണ് എന്ന് ഓർത്തു വെക്കാം. സോ ലെറ്റ്സ് മൂവ് ടു ദി പ്രൊഫൈൽ. In the Cockcroft lecture room on April 29, 1980, scientists and university dignitaries gathered in steep tiers of seats facing a 2-story wall of chalkboard and slide screen. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെക്ചർ റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. കോക്ക്രോഫ്റ്റ് ലെക്ചർ റൂം എന്ന് പറയുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ലെക്ചർ തിയേറ്ററാണ്. അവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ ഏപ്രിൽ 29, 1918, ഏപ്രിൽ 29, 1980 സയൻറ്റിസ്റ്റേഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ്. ഡിഗ്നിറ്ററീസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് പ്രമുഖ വ്യക്തികളാണ് ഡിഗ്നിറ്ററീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെക്ചർ ഹാളിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് കുറേ സയൻറ്റിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുമുണ്ട്. ഗാതേർഡ് ഇൻ സ്റ്റീപ്പ് ടിയേഴ്സ് ഓഫ് സീറ്റ്. സ്റ്റീപ്പ് എന്ന് വെച്ചാൽ കുത്തനെയുള്ളതിനാണ് സ്റ്റീപ്പ് എന്ന് പറയുക. ഒരു ലൈക്ക് ഇങ്ങനെ മേലെന്ന് താഴേക്ക് വരുന്ന ആ ഒരു രീതിയിൽ ഉള്ളതിനാണ് സ്റ്റീപ്പ് എന്ന് പറയുന്നത്. ടിയേഴ്സ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് നിരനിരയായിട്ടുള്ളത്. ഓഫ് സീറ്റ്സ്. അപ്പോൾ സീറ്റ്സ് എങ്ങനെയാണ് നമ്മൾ നോർമലി കാണുന്ന ലെക്ചർ റൂമുകളുടെ സീറ്റ്സ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇങ്ങനെ കുത്തനെയുള്ള നിരനിരയായിട്ടുള്ള സീറ്റുകളാണ്. ഫേസിങ് എ 2-story wall ഓഫ് ചോക്ക് ബോർഡ് ആൻഡ് സ്ലൈഡ് സ്ക്രീൻ. അപ്പോൾ അവർ ഇവരൊക്കെ ഫേസ് ചെയ്തിട്ട് ഇരിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു 2-story wall, അതായത് ഇരുനില. 2-story എന്ന് വെച്ചാൽ ഇരുനില ചുമരും, അതുപോലെ തന്നെ ആ ചുമരിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു ചോക്ക് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്ക്രീൻ, സ്ലൈഡ് സ്ക്രീനും ഉണ്ട്. ഇതിനെ ഫേസ് ചെയ്തിട്ടാണ് ഈ വ്യക്തികളൊക്കെ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദ ഒക്വേഷൻ വാസ് ദി ഇനോഗ്രൽ ലെക്ചർ ബൈ എ ന്യൂ ലുക്കാസിയൻ പ്രൊഫസർ ഓഫ് മാത്തമെറ്റിക്സ്, ദ 38-year-old മാത്തമെറ്റീഷ്യൻ ആൻഡ് ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിങ്സ്. അപ്പോൾ ദ ഒക്കേഷൻ, അവിടെ നടക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് എന്താണ്? ഇനോഗ്രൽ ലെക്ചർ എന്ന് വെച്ചാൽ ഉദ്ഘാടന പ്രസംഗം. ബൈ എ ന്യൂ ലുക്കാസിയൻ പ്രൊഫസർ ഓഫ് മാത്തമെറ്റിക്സ്. ഈ ലുക്കാസിയൻ പ്രൊഫസർ ഓഫ് മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത്
ഒരു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മോസ്റ്റ് സെലിബ്രേറ്റഡ് പ്രൊഫസർഷിപ്പ് ഇൻ ദി വേൾഡ് ആയിട്ട് അറിയപ്പെടുന്നതാട്ടോ. അപ്പോൾ കാംബ്രിഡ്ജിലെ ഒരു മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഈ ലുക്കാസിയൻ പ്രൊഫസർ ഓഫ് മാത്തമെറ്റിക്സ് എന്നറിയപ്പെടുന്ന ആ പോസ്റ്റ്. ദ 38-year-old മാത്തമെറ്റീഷ്യൻ ആൻഡ് ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ ഈ ഉദ്ഘാടന പ്രസംഗം ആരാണ് നിർവഹിക്കുന്നത്? 38 വയസ്സുള്ള ഒരു മാത്തമെറ്റീഷ്യനും അതുപോലെ തന്നെ ഫിസിസിസ്റ്റുമായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ്. The title of the lecture was a question: Is the end in sight for theoretical physics? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ടൈറ്റിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലക്കെട്ട് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈസ് ദി എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയോററ്റിക്കൽ ഫിസിക്സ്. അതായത് തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ ആൻഡ് ഇൻസൈറ്റ് എന്ന് വെച്ചാൽ അവസാനം എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനമായോ എന്നുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോക്കിംഗ് startled his listeners by announcing that he thought it was. അപ്പോൾ ഹോക്കിംഗ് സ്റ്റാർട്ടൽഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് ഞെട്ടിപ്പിക്കുക എന്നൊക്കെയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. അനൗൺസ്മെൻറ്റ് എന്ന് വെച്ചാൽ അറിയിപ്പ്, ഒരു അറിയിപ്പ് നടത്തുകയാണ്. എന്താണത്? ദാറ്റ് ഹീ തോട്ട് ഇറ്റ് വാസ്. അദ്ദേഹം ചിന്തിക്കുന്നു അതങ്ങനെയാണെന്ന്. അതായത് അദ്ദേഹം ചിന്തിക്കുന്നു തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെ ഞെട്ടിപ്പിക്കുകയാണ് കേട്ടോ. He invited them to join him in a sensational escape through time and space to find the holy grail of science. Sensational escape എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് escape that is remarkable, exciting and attention grabbing. അതായത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള എസ്കേപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെ അദ്ദേഹം ക്ഷണിക്കുകയാണ്. ടു ടൈം ആൻഡ് സ്പേസ്, ടൈമിലോട്ടും സ്പേസിലോട്ടും, ടു ഫൈൻഡ് ദി ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. ഹോളി ഗ്രെയിൽ എന്ന് വെച്ചാൽ അതായത് ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിൻ്റെ അവസാന സപ്പറിൽ യൂസ് ചെയ്തിട്ടുള്ള പാത്രത്തിനെയാണ് ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സയൻസിൻ്റെ ഹോളി ഗ്രെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദി യൂണിവേഴ്സ് ആൻഡ് എവ്രിതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. അപ്പോൾ എന്താണ് ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ് എന്നുകൊണ്ട് ഹോക്കിംഗ് ഉദ്ദേശിച്ചത്? ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദി യൂണിവേഴ്സ്, യൂണിവേഴ്സിനെ, പ്രപഞ്ചത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി, ആൻഡ് എവ്രിതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്, അതിൽ സംഭവിക്കുന്ന, അതായത് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെല്ലാത്തും, അതിനെയാണ് ഹോക്കിംഗ് ഹോളി ഗ്രെയിൽസ് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം ഇനി. Stephen Hawking sat silently in a wheelchair while one of his students read his lecture to the assembled company. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു വീൽ ചെയറിൽ സൈലൻ്റ് ആയിട്ട് നിശബ്ദമായിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലെക്ചർ റീഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ടു ദി അസംബിൾഡ് കമ്പനി, അവിടെ കൂടിച്ചേർന്നിരിക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ലെക്ചർ വായിച്ച് കേൾപ്പിക്കുകയാണ്. Judged by appearance alone, Hawking didn't seem a promising choice to lead any adventure. അപ്പോൾ judged by appearance alone എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രൂപത്തെ വിലയിരുത്തിക്കൊണ്ട് മാത്രം പറയുകയാണെങ്കിൽ ഹോക്കിംഗ് didn't seem a promising choice. Promising choice എന്ന് വെച്ചാൽ selection that shows potential for success. ഒരു സക്സസ്സിന് ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ പ്രോമിസിങ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഹോക്കിംഗ് ഡിഡിൻറ്റ് സീം എ പ്രോമിസിങ് ചോയ്സ്. അപ്പോൾ ഹോക്കിങ്ങിനെ കാണുമ്പോൾ ഒരു നല്ലൊരു ചോയ്സ് ആയിട്ട് തോന്നിയിട്ടില്ല, ഒരു യോജിച്ച ആളായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പിയറൻസ് മാത്രം നോക്കുമ്പോൾ ഹോക്കിങ്ങിനൊരു യോജിച്ച വ്യക്തിയായിട്ട് ഫീൽ ചെയ്തില്ല എന്ന് പറയുന്നത്. ടു ലീഡ് എനി അഡ്വെഞ്ചർ, ഒരു സാഹസികത നടത്താൻ വേണ്ടിയിട്ട് യോജിച്ച വ്യക്തിയാണെന്ന് തോന്നിയിട്ടില്ല എന്നുള്ള രീതിയിലാട്ടോ പറയുന്നത്. നെക്സ്റ്റ് അടുത്ത പാരഗ്രാഫിലൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോക്കിങ്ങിൻ്റെ ചെറിയ പ്രായത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8th January 1942 ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് എന്നാണ് ഫുൾ നെയിം. അദ്ദേഹം ബോൺ ചെയ്തിട്ടുള്ളത് 8 ജാനുവരി 1942
ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് എക്സാക്ട്ലി 300 years ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഗലീലിയോ, ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജനനം എന്ന് പറയുന്നത് ഗലീലിയോൻ്റെ മരണത്തിന് ശേഷം ഒരു എക്സാക്ട്ലി കൃത്യമായിട്ട് പറഞ്ഞാൽ 3 വർഷത്തിന് ശേഷമാണ്. ഗലീലിയോ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിക്കുന്നത്. ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്, ഗലീലിയോ എന്നറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്, ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഗലീലിയോ ട്ടോ. Frank and Isabel Hawking, Stephen's parents were not wealthy but they believed in the value of education. ഫ്രാങ്ക് ആൻഡ് ഇസബെൽ ആയിരുന്നു സ്റ്റീഫൻ്റെ പാരൻസ്. അവർ ഭയങ്കര വെൽത്തി ഒന്നും ആയിരുന്നില്ല, പണക്കാരൊന്നും ആയിരുന്നില്ല. ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദി വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷെ അവർ വിശ്വസിച്ചിരുന്നു എഡ്യൂക്കേഷൻ്റെ മൂല്യം എന്താണ് എന്നുള്ളതിൽ അവർ നന്നായിട്ട് വിശ്വസിച്ചിരുന്നു. സോ ദേ പ്ലാൻഡ് ഫോർ സ്റ്റീഫൻ ടു ഗോ ടു വെസ്റ്റ് മിനിസ്റ്റർ, എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദി ഹേർട്ട് ഓഫ് ലണ്ടൻ. അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്തിരുന്നത് സ്റ്റീഫനെ എങ്ങോട്ട് പഠിപ്പിക്കാൻ പറഞ്ഞയക്കാനായിരുന്നു, വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന സ്കൂളിലോട്ട് കേട്ടോ. വെസ്റ്റ് മിനിസ്റ്റർ വാസ് എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദി ഹേർട്ട് ഓഫ് ലണ്ടൻ. ലണ്ടൻ്റെ ഹൃദയഭാഗത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ലിക് സ്കൂളാണ് വെസ്റ്റ് മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത്. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദി ടൈം ഓഫ് ദി സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ് മിനിസ്റ്റർ. പക്ഷേ നിർഭാഗ്യവശാൽ സ്റ്റീഫൻ വാസ് ഇൽ, സ്റ്റീഫന് വയ്യാതെ ഇരുന്ന ടൈമായിരുന്നു എപ്പോൾ, വെസ്റ്റ് മിനിസ്റ്ററിലോട്ട് നടക്കുന്ന സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. ആ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ടൈമിൽ സ്റ്റീഫന് ഭയങ്കര വയ്യാതെ ഇരിക്കുന്ന ടൈമാണ് കേട്ടോ. ദെർഫോർ ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിൻറ്റ് ആൽബൻസ് സ്കൂൾ. അതുകൊണ്ട് തന്നെ അവന് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അവൻ പോയിട്ടുള്ളത് ദ ലോക്കൽ സെയിൻറ്റ് ആൽബൻസ് സ്കൂളിലോട്ടായിരുന്നു. അതായത് വെസ്റ്റ് മിനിസ്റ്ററിലോട്ടുള്ള സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്റ്റീഫൻ പഠിച്ചിരുന്നത് ലോക്കൽ സെയിൻറ്റ് ആൽബൻസ് സ്കൂളിലായിരുന്നു. ബൈ ദി ടൈം ഹി വാസ് 8 ഹി വാസ് തിങ്കിങ് സീരിയസ്ലി അബൌട്ട് ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിന് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ചിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ളതായിരുന്നു. ഫ്രാങ്ക് ഹോക്കിംഗ് എൻകറേജ്ഡ് ഹിസ് സൺ ടു ഫോളോ ഹിം ഇൻ ടു മെഡിസിൻ, ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രസൈസ്. അപ്പോൾ ഫ്രാങ്ക് ഹോക്കിംഗ്, അതായത് സ്റ്റീഫൻ്റെ ഫാദറായിട്ടുള്ള ഫ്രാങ്ക് ഹോക്കിംഗ് അദ്ദേഹത്തെ എൻകറേജ് ചെയ്യാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്, മെഡിസിൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രസൈസ്. അതായത് സ്റ്റീഫന് വിചാരിക്കുന്നത് എന്താണ്, ബയോളജി എന്ന് പറയുന്നത് ഭയങ്കര ഇംപ്രസൈസ് ആണ്, അതായത് കൃത്യതയില്ലായ്മ എന്നാണ് പറയുന്നത് ഇംപ്രസൈസ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് സ്റ്റീഫന് ഫൗണ്ട് ചെയ്യുന്നത്, മനസ്സിലാവുന്നത്. ഹി വാണ്ടഡ് എ സബ്ജക്റ്റ് ഇൻ വിച്ച് ഹി കുഡ് ലുക്ക് ഫോർ എക്സാക്ട് ആൻസേഴ്സ് ആൻഡ് ഗെറ്റ് ടു ദി റൂട്ട് ഓഫ് തിങ്സ്. പക്ഷേ സ്റ്റീഫൻ ആവശ്യമുള്ളത് എങ്ങനെയാണ്, ഒരു എക്സാക്റ്റ് ആൻസർ കിട്ടുന്ന, കൃത്യമായിട്ട് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു ആൻസർ കിട്ടുന്ന, അതുപോലെ തന്നെ ഗെറ്റ് ടു ദി റൂട്ട് ഓഫ് തിങ്സ്. റൂട്ട് ഓഫ് തിങ്സ് എന്നുള്ളത് ഒരു ഫ്രേസാണ്, വിച്ച് മീൻസ് ഫണ്ടമെൻ്റൽ സോഴ്സ് ഓഫ് സംതിങ്, എന്തിൻ്റെങ്കിലും കൃത്യമായിട്ടുള്ളൊരു സോഴ്സ്. അങ്ങനത്തെ സബ്ജക്റ്റിനോടായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിന് താല്പര്യമുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, യങ് സ്റ്റീഫൻ വാസ് നോ പ്രോഡിജി. പ്രോഡിജി എന്നുള്ള ടേമിൻ്റെ മീനിങ് അസാധാരണ കഴിവുള്ളത് എന്നാണ്. ഇവിടെ എന്താ പറയുന്നത്, യങ് സ്റ്റീഫൻ, ചെറിയ പ്രായത്തിലൊക്കെ സ്റ്റീഫൻ വാസ് നോ പ്രോഡിജി, ഒരു അസാധാരണ കഴിവുള്ളൊരു കുട്ടിയായിരുന്നില്ല. ഹി വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്, സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്, ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡെസ്പയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ്. അപ്പോൾ അദ്ദേഹം ഒരു സാധാരണ ഓർഡിനറി ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് സ്കൂൾ ബോയ് ആയിരുന്നു. സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്, വായിക്കാനൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പഠിക്കുന്നത്. ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡെസ്പയർ ഓഫ് ഹിസ് ടീച്ചർ. ഡെസ്പയർ എന്ന് വെച്ചാൽ നിരാശ. അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ടീച്ചേഴ്സിന് ഭയങ്കര ഒരു നിരാശ ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു. ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് അപ്പ് ഇൻ ഹിസ് ക്ലാസ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു പകുതിക്ക് മുകളിൽ ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ദോ ഹീ നൗ സേസ് ഇൻ ഹിസ് ഓൺ ഡിഫെൻസ് ഇറ്റ് വാസ് എ വെരി ബ്രൈറ്റ് ക്ലാസ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയാറ് ഇതൊരു നല്ല ക്ലാസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ റാങ്ക് ഒന്നും ഒരു പകുതിക്ക് മുകളിൽ ഉണ്ടായിരുന്നില്ല പഠിക്കുന്ന കാലത്ത് കേട്ടോ.
At 14, Stephen knew that he would pursue mathematics and physics. 14-ാമത്തെ വയസ്സിൽ സ്റ്റീഫന് മനസ്സിലായി അദ്ദേഹം പഠിക്കാൻ പോകുന്നത്, പേഴ്സ്യൂ എന്ന് വെച്ചാൽ അദ്ദേഹം ഫോളോ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നത് മാത്തമെറ്റിക്സും ഫിസിക്സും ആണ്. ഹിസ് ഫാദർ കോൾഡ് ദിസ് ഇംപ്രാക്ടിക്കൽ ഫോർ ദർ വാസ് നോ ജോബ് ഇൻ മാത്തമെറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇതിനെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇംപ്രാക്ടിക്കൽ, അതായത് അപ്രായോഗികമായിട്ടുള്ളൊരു തീരുമാനം എന്നായിരുന്നു പറഞ്ഞത്. ഫോർ ദർ വാസ് നോ ജോബ് ഇൻ മാത്തമെറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ്. മാത്തമെറ്റിക്സിൽ ടീച്ചിങ് അല്ലാതെ ഒഴികെ വേറെ ജോബുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു ഇംപ്രാക്ടിക്കൽ എന്ന ടേമാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ വിളിച്ചത്. മോർ ഓവർ ഹി വാണ്ടഡ് ഹിസ് സൺ ടു അറ്റൻഡ് ഹിസ് ഓൺ കോളേജ് ആൻഡ് ഓക്സ്ഫോർഡ് ഓഫേർഡ് നോ മാത്തമെറ്റിക്സ്. അതിനു പുറമെ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അതായത് സ്റ്റീഫൻ്റെ ഫാദറിന് ആവശ്യമുള്ളത് അദ്ദേഹത്തിൻ്റെ മകൻ സ്റ്റീഫൻ്റെ ഫാദർ പഠിച്ച സെയിം കോളേജിൽ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് ഓഫേർഡ് നോ മാത്തമെറ്റിക്സ്, ഓക്സ്ഫോർഡിൽ മാത്തമെറ്റിക്സ് ഇല്ല. ഹി ഫോളോഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ് ആൻഡ് സ്റ്റഡീഡ് കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമെറ്റിക്സ് ഇൻ പ്രിപ്പറേഷൻ ഫോർ ദി എൻട്രൻസ് ഇൻ ടു ഓക്സ്ഫോർഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ അഡ്വൈസ് സ്വീകരിച്ചിട്ട് അദ്ദേഹം പഠിക്കാൻ തുടങ്ങിയത്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള എൻട്രൻസിന് അദ്ദേഹം പഠിക്കാൻ തുടങ്ങിയത് കെമിസ്ട്രിയും ഫിസിക്സും പിന്നെ കുറച്ച് മാത്സും ആയിരുന്നു. ഹി ഡിഡ് വെൽ ഇൻ ഫിസിക്സ് ആൻഡ് ദ ഇൻ്റർവ്യൂ വാസ് ബ്രില്യൻ്റ്ലി ആക്സെപ്റ്റഡ്. അദ്ദേഹം ഫിസിക്സിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് ദ ഇൻ്റർവ്യൂ വാസ് ബ്രില്യൻ്റ്ലി ആക്സെപ്റ്റഡ്. ആ ഒരു ഇൻ്റർവ്യൂ ഭയങ്കര ഗംഭീരമായിരുന്നു, അതിഗംഭീരമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻ 1959 അറ്റ് ദി ഏജ് ഓഫ് 17, 1959 ഹോക്കിങ്ങിന് 17 വയസ്സായപ്പോൾ ഹോക്കിംഗ് വെൻറ്റ് ടു ഓക്സ്ഫോർഡ് ടു സ്റ്റഡി നാച്ചുറൽ സയൻസ് ആൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ്. നാച്ചുറൽ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഹോക്കിംഗ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി. ആൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാനും. ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്, ഹിസ് ഫാദേഴ്സ് കോളേജ് ആൻഡ് ദി ഓൾഡസ്റ്റ് അറ്റ് ഓക്സ്ഫോർഡ്, ഫൗണ്ടഡ് ഇൻ 1249 AD. അപ്പോൾ അദ്ദേഹം കോളേജ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫാദർ പഠിച്ച സെയിം യൂണിവേഴ്സിറ്റിയിൽ. അത് ഓൾഡസ്റ്റ് അറ്റ് ദി ഓക്സ്ഫോർഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു അത്. ഓക്കെ, 1249 AD അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. Nevertheless, for about a year and a half, Hawking was lonely and bored. Nevertheless means എങ്കിലും. For about a year and half, ഒരു വർഷം പകുതിയൊക്കെ ആയപ്പോൾ ഹോക്കിംഗ് വാസ് ലോൺലി ആൻഡ് ബോർഡ്. ഹോക്കിങ്ങിന് ഭയങ്കര ഏകാന്തതയും മുഷിപ്പൊക്കെ തോന്നി തുടങ്ങി. ഓക്കെ, ലോൺലി എന്ന് വെച്ചാൽ ഏകാന്തത, ബോർഡ് എന്ന് വെച്ചാൽ മുഷിപ്പ്. ഹി വാസ് നോട്ട് ഇൻസ്പയർഡ് ടു റിലീവ് ഹിസ് ബോർഡം ബൈ എക്സേർട്ടിങ് ഹിംസെൽഫ് അക്കാദമിക്കലി. എക്സേർട്ടിങ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് പ്രയത്നിക്കുക. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബോർഡം മുഷിപ്പ് ഒഴിവാക്കാൻ വേണ്ടി, റിലീവ് എന്ന് വെച്ചാൽ അത് ഒരു ആശ്വാസം എന്നാണ് റിലീവ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് വരുന്നത്. ഇൻസ്പയർഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് പ്രചോദനം. ആ മുഷിപ്പ് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ മുഷിപ്പിൽ നിന്നൊരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് അക്കാദമിക്കലി പ്രയത്നിക്കാൻ റെഡി ആയില്ല. ബട്ട് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ, പക്ഷേ ഒരു സെക്കൻഡ് ഇയറിൻ്റെ ഒരു പകുതിയൊക്കെ എത്തിയപ്പോൾ ഹി ബിഗെയിൻ എൻജോയിങ് ഓക്സ്ഫോർഡ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഹി ബിക്കെയിം പോപ്പുലർ ആൻഡ് വെൽ ആക്സെപ്റ്റഡ് എമംഗ് ഹിസ് പിയേഴ്സ് എന്ന് വെച്ചാൽ സമപ്രായക്കാരെയാണ് പിയേഴ്സ് എന്ന് പറയാം. പോപ്പുലർ, ജനപ്രീതി നേടാൻ തുടങ്ങി. ആൻഡ് വെൽ ആക്സെപ്റ്റഡ് എന്ന് വെച്ചാൽ അംഗീകരിക്കാനും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാർ അദ്ദേഹത്തെ അംഗീകരിക്കാൻ തുടങ്ങിയൊരു ടൈമാണ് കേട്ടോ. They remember him as lively, buoyant and adaptable. അവർ ഹോക്കിങ്ങിനെ ഓർക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ലൈവ്ലി, ഭയങ്കര ഉന്മേഷവാനായിട്ടാണ്. അതുപോലെ തന്നെ ബോയൻറ്റ് എന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ടുള്ള, സന്തോഷവാൻ. ആൻഡ് അഡാപ്റ്റബിൾ, എല്ലാവരോടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാത്തിനോടും ചേരാൻ പറ്റുന്നൊരു സ്വഭാവക്കാരനായിട്ടാണ് അവർക്ക് അറിയാവുന്നത്. He wore his hair long, was famous for his wit, liked classical music and science fiction and took part in sports. He wore his hair long. അദ്ദേഹത്തിൻ്റെ ഹെയർ ഭയങ്കര ലോങ് ആയിട്ട് വളർത്തിയിരുന്നു. വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്. അദ്ദേഹത്തിൻ്റെ നർമ്മത്തിൽ, വിറ്റ് എന്ന് വെച്ചാൽ നർമ്മബോധത്തിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു, അറിയപ്പെട്ടിരുന്നു. ലൈക്ഡ് ക്ലാസിക്കൽ മ്യൂസിക്കും അതുപോലെ തന്നെ സയൻസ് ഫിക്ഷനും ഇഷ്ടമായിരുന്നു. ആൻഡ് ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. However, at the end of the third year, Hawking almost floundered.
ഹൗവർ എന്നിരുന്നാലും അറ്റ് ദി എൻഡ് ഓഫ് ദി തേർഡ് ഇയർ, മൂന്നാം വർഷത്തിൻ്റെ അവസാനം, ഫ്ലൗണ്ടേർഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് പതറിപ്പോയി. ഓക്കെ, ആ ഒരു ടൈമിൽ അദ്ദേഹം ഭയങ്കര ടഫായിട്ടുള്ള ഒരു ടൈമായിരുന്നു എന്നാണ് പറയുന്നത്. ഹി സെലക്റ്റഡ് തിയററ്റിക്കൽ ഫിസിക്സ് ഹാസ് എ സ്പെഷ്യാലിറ്റി. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് അദ്ദേഹം സെലക്ട് ചെയ്തിരുന്നത് തിയററ്റിക്കൽ ഫിസിക്സ് ആയിരുന്നു. ഹി ഹാഡ് ദെൻ അപ്ലൈ ടു ഡു ആൻ PhD അറ്റ് കാംബ്രിഡ്ജ് ആൻഡ് വാസ് ആക്സെപ്റ്റഡ് ഓൺ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ്. അപ്പോൾ അദ്ദേഹം PhD വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ, ആൻഡ് വാസ് ആക്സെപ്റ്റഡ് ഓൺ എ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയാൽ മാത്രമാണ് കാംബ്രിഡ്ജ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള കണ്ടീഷനിലാണ് അദ്ദേഹം PhD അപ്ലൈ ചെയ്യുന്നത്. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. ഹോക്കിംഗ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, ആത്മവിശ്വാസമുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് കിട്ടുന്ന കാര്യത്തിൽ വിജയകരമായി കടന്നു പോകും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് ആസ് ദി എക്സാമിനേഷൻ ഡേ അപ്രോച്ച്ഡ് ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. പക്ഷേ എക്സാമിനേഷൻ ഡേയ്സ് അപ്രോച്ച്ഡ് എന്ന് വെച്ചാൽ സമീപിക്കുക. എക്സാമിനേഷൻ ഡേ സമീപിച്ചപ്പോൾ ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഇല്ലാതെയായി. Hawking ended up disastrously on the borderline between a first and a second. എൻഡഡ് അപ്പ് എന്ന് വെച്ചാൽ അവസാനിച്ചു അല്ലെങ്കിൽ എത്തിപ്പെട്ടു. ഡിസാസ്ട്രസ്ലി എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് ദാരുണമായ ഒരു അവസാനത്തിലോട്ടാണ് എത്തിപ്പെട്ടത്. ലൈക്ക് ഹി വാസ് ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് എ സെക്കൻഡ്. അദ്ദേഹം ഒരു ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഒരു ബോർഡർ ലൈനിലായിരുന്നു. അതായത് അതിൻ്റെ ഫസ്റ്റ് അല്ല എന്നാൽ സെക്കൻഡിൻ്റെ ആണോ അതുമല്ല, അതിൻ്റെ ഒരു ബോർഡർ ലൈനിൽ രണ്ടിൻ്റെയും ഒരു ഫസ്റ്റ്ക്ക് എത്താൻ കുറച്ച് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് കേട്ടോ. ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ റിസൾട്ട്, ദ എക്സാമിനർ സമ്മൺഡ് ഹോക്കിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ ആൻഡ് ക്വസ്റ്റ്യൻഡ് ഹിം അബൌട്ട് ഹിസ് പ്ലാൻസ്. ഒരു ബോർഡർ ലൈൻ റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെ ദ എക്സാമിനർ സമ്മൺഡ് ഹോക്കിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ. സമ്മൺഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് വിളിച്ചു വരുത്തുക എന്നാണ് കേട്ടോ. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എക്സാം നടത്തുന്ന വ്യക്തികൾ ഹോക്കിങ്ങിനെ വിളിച്ചു വരുത്തി. ആൻഡ് ക്വസ്റ്റ്യൻഡ് ഹിം അബൌട്ട് ഹിസ് പ്ലാൻസ്. അദ്ദേഹത്തോട് ചോദ്യം ചെയ്തു, അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണ്, ഇനി പ്ലാൻ എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്തു. ഇൻ സ്പൈറ്റ് ഓഫ് ദി ടെൻസ്നെസ് ഓഫ് ദി സിറ്റുവേഷൻ, Hawking managed to come up with a kind of remark for which he was famous among his friends. ഒരു ടെൻഷൻ നിറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിരുന്നിട്ടും, ഇൻസ്പൈറ്റ് എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നിട്ടും, ഹോക്കിംഗ് മാനേജ്ഡ് ടു കം അപ്പ് വിത്ത് എ കൈൻഡ് ഓഫ് റിമാർക്ക് ഫോർ വിച്ച് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. റിമാർക്ക് എന്ന് വെച്ചാൽ പരാമർശം. അദ്ദേഹം ഒരു പരാമർശമായിട്ട് വന്നു, മാനേജ്ഡ് ടു കം അപ്പ് വന്നു, ഫോർ വിച്ച് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. അത് പറഞ്ഞതിന് ശേഷം ആ ഒരു റിമാർക്ക് എന്ന് പറയുന്ന ആ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് എമങ്ങൊക്കെ ഭയങ്കര ഫേമസ് ആയി. അതെന്തായിരുന്നു എന്നാണ് ഇനി പറയുന്നത്. ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൽ ഗോ ടു കാംബ്രിഡ്ജ്, ഇഫ് ഐ റിസീവ് എ സെക്കൻഡ് ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ്. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്? എനിക്കൊരു ഫസ്റ്റ് കിട്ടിയാൽ ഞാൻ കാംബ്രിഡ്ജിലോട്ട് പോരും, എനിക്കൊരു സെക്കൻഡാണ് കിട്ടുന്നതെങ്കിൽ ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ്, ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗീവ് മി എ ഫസ്റ്റ്, അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ദാറ്റ് യു വിൽ ഗീവ് മി എ ഫസ്റ്റ്, നിങ്ങൾ എനിക്കൊരു ഫസ്റ്റ് തരുമെന്ന്. ഹീ ഗോട്ട് ഇസ് ഫസ്റ്റ് ആൻഡ് ഹീ വെൻ ടു കാംബ്രിഡ്ജ്. അതിനുശേഷം ആ ഒരു റിമാർക്കിന് ശേഷം അദ്ദേഹത്തിന് ഫസ്റ്റ് ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം PhDക്ക് വേണ്ടി കാംബ്രിഡ്ജിലോട്ട് പോവുകയും ചെയ്തു. His first year at Cambridge was worse than that at Oxford. അദ്ദേഹത്തിൻ്റെ കാംബ്രിഡ്ജിലുള്ള ആദ്യ വർഷം എന്ന് പറയുന്നത് ഓക്സ്ഫോർഡിലേറെ മോശം കാലഘട്ടമായിരുന്നു. His slipshod mathematical background caught up with him and he found general relativity extremely tough. അദ്ദേഹത്തിൻ്റെ സ്ലിപ്ഷോട്ട് എന്നുള്ള ടേമിൻ്റെ മീനിങ് അശ്രദ്ധമായ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കാരണം ഹി കോട്ട് അപ്പ് വിത്ത് ഹിം, അത് കാരണം അദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ആൻഡ് ഹി ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ്. അദ്ദേഹത്തിന് ജനറൽ റിലേറ്റിവിറ്റി എന്നുള്ള ടോപ്പിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. അനദർ ഫാർ മോർ ഡിസാസ്ട്രസ് പ്രോബ്ലം അറോസ് ദെൻ. അതിനുശേഷം അതിലേറെ ഭയങ്കര ദാരുണമായ ഒരു പ്രോബ്ലം വന്നു കേട്ടോ. ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ് ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. അദ്ദേഹത്തിൻ്റെ ഓക്സ്ഫോർഡുള്ള മൂന്നാം വർഷങ്ങളിലൊക്കെ ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി എന്ന് വെച്ചാൽ വിചിത്രമായ കുറേ കാര്യങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഹി ഹാഡ് ഫോളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പയറൻറ്റ് റീസൺ.
അപ്പോൾ അദ്ദേഹം 1-2 പ്രാവശ്യം വീണു. ഓക്കെ, ഫോർ നോ അപ്പേറൻറ്റ് റീസൺ. അതിനൊരു വ്യക്തമായ കാരണമൊന്നുമില്ല, അദ്ദേഹം 1-2 പ്രാവശ്യം വീണിട്ടുണ്ട്. The following autumn at Cambridge, he had trouble tying his shoes and sometimes he had difficulty talking. അപ്പോൾ കാംബ്രിഡ്ജിലുള്ള ആ ഓട്ടം സീസണിൽ he had trouble tying his shoes. അദ്ദേഹത്തിന് ഷൂസ് ടൈ ചെയ്യാനൊക്കെ കെട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. ആൻഡ് സംടൈംസ് ഹീ ഹാഡ് ഡിഫിക്കൽട്ടി ടോക്കിംഗ്. ചില സമയങ്ങളിൽ സംസാരിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടായി. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഇൻ 1963 ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. അദ്ദേഹത്തിൻ്റെ 21ാം വയസ്സിൻ്റെ ആ ടൈമിൽ 1963 ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് എന്ന് വെച്ചാൽ പിടിപെട്ടു. എ റെയർ ഡിസീസ്, അപൂർവ രോഗം പിടിപെട്ടു. ഹോക്കിങ്ങിന് ഒരു അപൂർവ രോഗം പിടിപെട്ടു. അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് അതായിരുന്നു ആ രോഗത്തിൻ്റെ പേര്. ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ. അതിനറിയപ്പെടുന്ന ഒരു ചികിത്സ ഉണ്ടായിരുന്നില്ല. നോൺ എന്ന് വെച്ചാൽ അറിയപ്പെടുന്ന, ക്യൂർ എന്ന് വെച്ചാൽ ചികിത്സ. അപ്പോൾ നോ നോൺ ക്യൂർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ചികിത്സ ഉണ്ടായിരുന്നില്ല. ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദി നെർവ് സെൽ ഇൻ ദി സ്പൈനൽ കോഡ് ആൻഡ് ദി ബ്രെയിൻ. അപ്പോൾ ഇറ്റ് കോസ്ഡ്, അത് കാരണമാകുന്നത് എ ഗ്രാജുവൽ, ഒരു ക്രമേണ, ഡിസിൻറ്റിഗ്രേഷൻ എന്ന് വെച്ചാൽ തകർച്ച, ഓഫ് ദി നെർവ് സെൽ. നെർവ് സെൽ എന്ന് വെച്ചാൽ നാഡികോശം. ഓക്കെ, നാഡികോശത്തിന് ഗ്രാജുവലായിട്ട് ക്രമേണ തകർച്ച വരികയാണ്. ഇൻ ദി സ്പൈനൽ കോഡ് ആൻഡ് ദി ബ്രെയിൻ, നമ്മൾ നട്ടെല്ലിൻ്റെയും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെയും നാഡികോശങ്ങൾക്ക് ഗ്രാജുവലായിട്ടുള്ളൊരു തകർച്ചയാണ് ഈ ഒരു രോഗം കാരണമാകുന്നത്. അറ്റ് ഫസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. ഇതാദ്യം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു അഗാധമായ ഡിപ്രഷനിലോട്ട് പോയി. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ought ടു ഡു ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്. അദ്ദേഹത്തിന് അറിയുന്നില്ല എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്. ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്, എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി എന്നും അദ്ദേഹത്തിന് അറിയുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ നമുക്ക് പാർട്ട് 1 ഈ ഒരു പാരഗ്രാഫിൽ എൻഡ് ചെയ്യാം. പാർട്ട് 2 നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ രോഗം കണ്ടുപിടിച്ചതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു സോ